കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ പെസഹ വ്യാഴാഴ്ച. ഈശോ സ്ലിഹന്മാരുമൊത്ത് സഹിയോൻ മാളികയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസം ഇസ്രായേൽക്കാർ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ ദൈവം മോശ വഴി രക്ഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്ന ദിനം. ആ പെസഹ കുഞ്ഞാട് യേശുവാണ് എന്ന് നാം മനസ്സിലാക്കുക. ആ പെസഹായിൽ അർപ്പിക്കപ്പെടുക, ബലിയർപ്പിക്കപ്പെടുക ഈശോയാണ്. ഈശോ തന്നെ മുറിക്കപ്പെടുകയാണ്. കൊരിന്തോസ്കാർക്കുള്ള 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം, പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പെസഹ കുഞ്ഞാടായ ഈശോ അപ്പസ്തോലന്മാരുടെ കൂടെ ആയിരുന്നുകൊണ്ട് അപ്പസ്തോലന്മാർ സഭയെ പ്രതിദാനം ചെയ്യുന്നു, നമ്മളെ പ്രതിദാനം ചെയ്യുന്നു. അപ്പസ്തോലന്മാരുടെ ആ കൂട്ടായ്മയിൽ ശിരസ് ഈശോയാണ്. സഭയുടെ ശിരസ് ക്രിസ്തു, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുമാണ്. എങ്ങനെയെങ്കിൽ നമ്മളും ഈശോയോടൊപ്പം ആ പെസഹായുടെ ദിനത്തിൽ പങ്കെടുത്തിരുന്നു. നമുക്ക് വേണ്ടി ഈശോ നൽകിയത് സ്വയമാണ്. ഈശോയുടെ ശരീരത്തിൽ ഒരു കഷ്ണമല്ല, ഈശോയെ മുഴുവനായും പെസഹായുടെ ദിനത്തിൽ നമുക്ക് വെച്ച് വിളമ്പി. അത് പൂർണ്ണമായും യേശുവാണ്. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് സഭ പഠിപ്പിക്കുന്നത് ഇറ്റ് ഈസ് റിയലി ടോട്ടലി സബ്സ്റ്റാൻഷ്യലി ജീസസ് ക്രൈസ്റ്റ്. സത്യമായും സത്താപരമായും പൂർണ്ണമായും യേശു ക്രിസ്തുവാണ്, അല്ലാതെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ല. ഇറ്റ് ഈസ് നോട്ട് ദ ഫ്ലഷ് ഓഫ് ജീസസ്, ഇറ്റ് ഈസ് ഫുള്ളി ജീസസ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന കൗദാശികമായി സ്ഥാപിച്ച് വെള്ളിയാഴ്ച അവൻ കാൽവരിയിൽ ബലിയർപ്പിക്കുകയാണ്. ഈ വ്യാഴാഴ്ചയാണ് പൗരോഹിത്യം എന്ന കൂദാശ സ്ഥാപിച്ചത്. പൗരോഹിത്യത്തിൻ്റെ ആ മഹനീയത മനസ്സിലാക്കി ഈശോയുടെ പ്രത്യേകമായ വിളി കെട്ടി കുർബാന ബലിയായി അർപ്പിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഒരു ദിനം പൗരോഹിത്യം സ്ഥാപിച്ച ദിനമായതുകൊണ്ട് നിങ്ങളുടെ വികാരി അച്ഛന്മാരെയും നിങ്ങൾക്ക് കൂദാശ പരികർമ്മം ചെയ്തു തരുന്ന അച്ഛന്മാരെയും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ കരങ്ങളിൽ ഇന്നും ഈശോ ഇത മുറിക്കപ്പെടുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യമാണ് ഈശോയ്ക്ക് ജന്മം നൽകിയത്. എന്നാൽ അനുദിനം വിശുദ്ധ കുർബാനയിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്ന പുരോഹിതൻ. മറിയം ഒരു പ്രാവശ്യമാണ് ഈശോയ്ക്ക് ജന്മം കൊടുത്തെങ്കിൽ പുരോഹിതൻ ഓരോ കുർബാനയിലും ഈശോയ്ക്ക് ജന്മം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ പെസഹ ദിനം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി മാറ്റുവാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരുന്നു പ്രാർത്ഥിച്ച് ഈ ദിവസം ഒരു വലിയൊരു വിശുദ്ധമായ ദിവസമായി മാറ്റുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ പെസഹ വ്യാഴാഴ്ച അങ്ങയുടെ അനുഗ്രഹത്തിൽ ഞങ്ങൾ പങ്കുകാരാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ അഭിഷക്തരെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ്, വിശുദ്ധ കുർബാനയിൽ അകന്ന് നിൽക്കുന്ന എല്ലാ മക്കൾക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ ഒരു വലിയ കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ, കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ, കരുണ തുളുമ്പും ഹൃത്തടമേ, പൊൻകിരണങ്ങൾ തൂകിടണേ, കരുണ തുളുമ്പും ഹൃത്തടമേ, പൊൻകിരണങ്ങൾ തൂകിടണേ, കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ, കരുണക്കടലാം യേശുവേ, കാരുണ്യ
കാരുണ്യത്തിൻ ഉറവയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.